ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചോറിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടി ആയിട്ടാണ് കേട്ടോ. ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ക്യാരറ്റ് ചെറുതായി നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെഴുക്ക് പുരട്ടിക്കായാലും ഇങ്ങനെ നീളത്തിൽ അരിയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു ഭംഗിയും കാണാനുണ്ടാകുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇതാ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2-3 വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു 2 തണ്ട് കറിവേപ്പിലയും വേണേ. അപ്പോൾ ഇത് 2 തണ്ട് കറിവേപ്പിലയുണ്ട്. എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുകും പൊട്ടിച്ചിട്ട് സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണേ. പിന്നെ അതിലോട്ട് നമുക്ക് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇടാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ അതിന് ശേഷം നമുക്ക് ആ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊരു വെളുത്തുള്ളി ഇടാൻ. ഒരു 3 അല്ലി വെളുത്തുള്ളി മതി കേട്ടോ. അപ്പോൾ അതും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ അതിൽ ഉപ്പ് ചേർക്കാം. അങ്ങനെ നന്നായിട്ട് ഇവ മൂന്നും കൂടെ ഇളക്കുവാണേ. ഒരു നിറം മാറി വരുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതുപോലെ തന്നെ കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല. പിന്നെ നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക് അരിഞ്ഞിടാം. നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത്രേ എനിക്ക് എരിവ് വേണ്ടൂ. അതുകൊണ്ട് പിന്നെ ഇതാ നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർക്കാവേ. കറിവേപ്പില ഇട്ട് എല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർക്കാവേ. അപ്പോൾ അതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മതി കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുവാണെങ്കിലും ക്യാരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. കുറേ സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് അതിനകത്തോട്ട് ഞാൻ മസാലപ്പൊടിയും കൂടെ ചേർക്കുവാണേ. ഞാനിവിടെ ചിക്കൻ മസാലയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. മീറ്റ് മസാല ആയാലും ചേർത്താൽ മതി, നല്ല രസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാവേ. ഇനിയാണ് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ക്യാരറ്റ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടി അങ്ങ് ചേർത്തേക്ക് കേട്ടോ. ആ അരിഞ്ഞിട്ടിരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. ഇനി നമുക്കിവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ അതിനകത്ത് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ, അപ്പോഴാണ് ഒരു ടേസ്റ്റിങ് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. എന്നിട്ട് നമുക്കത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കണം കേട്ടോ. വെന്ത് വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കണം. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ആയി വരുന്നുണ്ട്. മസാലയൊക്കെ അതിനകത്തോട്ട് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ തന്നെ രസമല്ലേ. മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ അതൊന്ന് മൂടി വെക്കണം കേട്ടോ. കുറച്ചും കൂടെ വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇതാ ഞാനത് മൂടി വെച്ച് പിന്നെയും കുറച്ചും കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റുമല്ലോ, അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായി, നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഞെക്കണേ.